പവിത്രത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീകാന്തിനെ കാണാൻ ജോബി നാട്ടിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ ജോബിയും ശ്രീകാന്തും തമ്മിൽ കാണുന്നു. 25 ലക്ഷം രൂപ നൽകിയാൽ വേദ എവിടെയുണ്ടെന്ന് കാണിച്ചു തരാമെന്ന് ജോബി ശ്രീകാന്തിനോട് പറയുകയാണ്. പണം മുൻകൂറായി തരണം. വേദയോടുള്ള പകയനുസരിച്ച് അവളെ വെറുതെ പിടിച്ചു തരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും പിന്നെയാണ് നിങ്ങൾക്കുള്ള ലാഭം വലുതാണെന്ന് മനസ്സിലായതെന്നും ഈ പണം തനിക്ക് മാത്രമുള്ളതല്ല, സാബുസാറിനടക്കം വീതിക്കാനുള്ളതാണെന്നും ജോബി ശ്രീകാന്തിനോട് പറയുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ചന്ദ്രശേഖരൻ ശ്രീകാന്തിനെ വിളിക്കുകയാണ്. വിക്രം നാട്ടിലെത്തി ശ്രീലക്ഷ്മിയെ കൂട്ടിക്കൊണ്ടുപോയ കാര്യം ചന്ദ്രശേഖരൻ ശ്രീകാന്തിനോട് പറയുന്നു. ഇത് കേട്ട് വിക്രം എവിടെയുണ്ടെന്ന് അറിയാവുന്ന ഒരാൾ കൂടെയുണ്ടെന്നും പക്ഷേ പ്രതിഫലമായി ചോദിക്കുന്നത് 25 ലക്ഷം രൂപയാണെന്നും ശ്രീകാന്ത് ചന്ദ്രശേഖരനോട് പറയുന്നു. അങ്ങനെ ചന്ദ്രശേഖരൻ പറഞ്ഞതനുസരിച്ച് ശ്രീകാന്ത് ജോബിയോട് പണം തരാമെന്ന് സമ്മതിക്കുകയാണ്. സന്തോഷിന്റെയും ശ്രീലക്ഷ്മിയുടെയും വിവാഹത്തിനായി എല്ലാവരും അമ്പലത്തിലേക്ക് വരുന്നു. വർഗീസേട്ടനും മേരി ചേച്ചിയും വേദയും വിക്രവും അനിയൻകുട്ടനും ശ്രീലക്ഷ്മിയും അങ്ങനെ എല്ലാവരും അമ്പലത്തിലെത്തി. സന്തോഷിനെ അവിടെയൊന്നും കാണാതെ ശ്രീലക്ഷ്മി സന്തോഷ് എവിടെയെന്ന് ചോദിക്കുകയാണ്. കാല് വയ്യാതെ പടിമുകളിൽ നിന്ന് നടന്നു വരുന്ന സന്തോഷിനെ കണ്ട് ശ്രീലക്ഷ്മി അടുത്തേക്ക് ഓടുകയാണ്. വിക്രമിനും വേദയ്ക്കും അങ്ങനെ എല്ലാവർക്കും അത് കണ്ട് വളരെ സന്തോഷം തോന്നി. ശ്രീലക്ഷ്മി സന്തോഷിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എല്ലാവരും മുകളിലെത്തി. പെട്ടെന്ന് ഒരു ജീപ്പിന്റെ ശബ്ദം കേട്ട് എല്ലാവരും നോക്കുകയാണ്. അതെന്റെ കൂട്ടുകാരനാണ് സേതു, സന്തോഷ് പറഞ്ഞു. സേതുവിനെ കണ്ട് വിക്രവും പറഞ്ഞു, ആളെ എനിക്കറിയാം. സേതുവും വിക്രവും പരസ്പരം കെട്ടിപ്പിടിച്ച് പഴയ ഓർമ്മ പുതുക്കുകയാണ്. അപ്പോഴേക്കും മുഹൂർത്തത്തിനുള്ള സമയമായി എന്ന് പറഞ്ഞ് മേൽശാന്തി പൂജിച്ച മാലയുമായി എത്തി. അങ്ങനെ സന്തോഷ് ശ്രീലക്ഷ്മിയുടെ കഴുത്തിൽ താലി ചാർത്തുകയാണ്. സന്തോഷിന്റെയും ശ്രീലക്ഷ്മിയുടെയും വിവാഹം കണ്ട് വിക്രം ബലമായി വേദയുടെ കഴുത്തിൽ താലി കെട്ടിയത് അനിയൻകുട്ടൻ ഓർക്കുകയാണ്. സന്തോഷം കൊണ്ട് അനിയൻകുട്ടൻ, വിക്രം നീ കലക്കിയടാ എന്ന് പറഞ്ഞ് കൈയടിക്കുകയാണ്. അത് കണ്ട് എല്ലാവരും അത്ഭുതത്തോടെ അനിയൻകുട്ടനെ നോക്കി. പെട്ടെന്ന് അനിയൻകുട്ടൻ തലചുറ്റി അവിടെ വീഴുകയാണ്. സേതുവും വിക്രവും അനിയൻകുട്ടനെ താങ്ങിയെടുത്ത് ജീപ്പിനരികിലേക്ക് ഓടി. വിക്രവും സേതുവും വേദയും വർഗീസേട്ടനും കൂടി അനിയൻകുട്ടനെ പള്ളിമേടയിലേക്കാണ് കൊണ്ടുപോയത്. റുട്ടീൻ ചെക്കപ്പിനായി അച്ഛനെ കാണാൻ ഡോക്ടർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അനിയൻകുട്ടനെ നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു, ചിലപ്പോൾ പഴയ ഓർമ്മകൾ തിരിച്ചു കിട്ടിയതായിരിക്കാം. ഉറക്കത്തിൽ നിന്ന് സ്വാഭാവികമായും ഉണരാൻ നമുക്ക് സമയം കൊടുക്കാം. ഉറക്കത്തിൽ നിന്നും ഉണരുമ്പോൾ പഴയ അനിയൻകുട്ടനെ ആയിരിക്കും നമുക്ക് ചിലപ്പോൾ തിരിച്ചു കിട്ടുക. അങ്ങനെ അനിയൻകുട്ടനെ ഉറങ്ങാൻ വിട്ടിട്ട് വേദയും വിക്രവും സേതുവുമായി സംസാരിക്കുകയാണ്. ശ്രീലക്ഷ്മിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന കാര്യം പുറത്തറിഞ്ഞു കാണും. അതുകൊണ്ട് എത്രയും വേഗം അവിടെ നിന്ന് പോയിക്കൊള്ളാൻ സേതു അവരോട് പറയുകയാണ്. അങ്ങനെ സംസാരിച്ചു നിൽക്കുമ്പോഴേക്കും വർഗീസേട്ടൻ ഡോക്ടർ വിളിക്കുന്നു എന്ന് പറയുന്നു. അനിയൻകുട്ടൻ ഉണർന്നിട്ട് കുറച്ചു നേരമായി. ആദ്യം കുറെ നേരം കരച്ചിലായിരുന്നു. വിക്രമിനെയും വേദയെയും കാണണമെന്ന് പറയുന്നുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ വേദയും വിക്രവും അനിയൻകുട്ടൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിനായി നമുക്ക് കാത്തിരിക്കാം. അതുവരേക്കും ബൈ.